നമസ്കാരം, എല്ലാവർക്കും ECSലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജോമെട്രിയുടെ പാർട്ട് 5 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് സിമിലാരിറ്റി ആയിരുന്നു. സിമിലാരിറ്റി പഠിച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു പ്രാക്ടീസ് ചെയ്യണമെന്ന്. സിമിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻസ് കിരണിനകത്തും അല്ലെങ്കിൽ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന MB പബ്ലിക്കേഷൻ്റെ അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. സിമിലാരിറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് സിമിലാരിറ്റി വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് കോൺഗ്രുവൻസി കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്റേഴ്സിലോട്ട് കിടക്കണം. പിന്നെ സെൻറ്റേഴ്സിനകത്താണെങ്കിൽ ഇൻ സെൻറ്റർ ഉണ്ട്, സർക്കം സെൻറ്റർ ഉണ്ട്, ഓർത്തോ സെൻറ്റർ ഉണ്ട്, സെൻട്രോയിഡ് ഉണ്ട്. പിന്നെ നമുക്ക് സർക്കിൾസിലോട്ട് പോകണം, പിന്നെ കോഡിലാറ്ററൽസ്. അതെല്ലാം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മളാ പോകുന്നത് പാറ്റേൺ ചെയ്യുന്ന ഫോളോ ചെയ്യുന്നതെല്ലാം. അപ്പം ഇനിയിപ്പം നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് നോക്കാണ്ട് അതൊന്ന് നോക്കാം. ഇന്നലെ നമ്മൾ എവിടെ വരെ ചെയ്തായിരുന്നു? ഇത് സിമിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തിട്ടാണ്. നമുക്ക് അതുകൂടെ ചെയ്ത് നോക്കാം. 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ സിമിലാരിറ്റി നിങ്ങൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലെങ്കിൽ നിങ്ങളത് കാണുക. കാരണം എന്താണ് സിമിലാരിറ്റി എന്ന് അറിയാതെ പിന്നെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ് 2 വട്ടമെങ്കിലും ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പം ഇൻ ദ ഗിവൺ ഫിഗർ 2 സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ ആൻഡ് 20 സെൻറ്റിമീറ്റർ ആർ ഗിവൺ. 2 സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലേ? 2 സ്ക്വയർ വന്നിട്ടുണ്ട്, സൈഡ് വന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും. അതായത് ഈ സ്ക്വയറിൻ്റെ സൈഡ് 8 സെൻറ്റിമീറ്റർ, ഈ സ്ക്വയറിൻ്റെ സൈഡ് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്? അതായത് ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. 2017 മെയിൻസിനൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ സിമിലാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ സിമിലാരിറ്റി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചാൽ, അല്ലേ ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ബേസും ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? ഈ ഹൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, എത്രയാണ്? 8 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 8ൻ്റെ മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 എന്തുകൊണ്ട് മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും 8ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടല്ലേ? 180 ഇല്ല, 180 ഒഴിച്ചിട്ട് ബാക്കി എല്ലാ 8ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ സൈഡ് കിട്ടിയേ പറ്റുള്ളൂ, ഈ ബേസ് ഈ ഹൈറ്റ് ഡിസ്റ്റൻസ് കിട്ടിയേ പറ്റുള്ളൂ. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇത് ഇത്രയും ഡിസ്റ്റൻസ് നമുക്കറിയാം, എത്രയാണ്? 8 സെൻറ്റിമീറ്റർ അല്ലേ? അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് 2 സിമിലർ ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഒന്ന് ഈ ട്രയാങ്കിളും ഒന്ന് ഈ വലിയ ട്രയാങ്കിളും. രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ? രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ദേ ഈ കുഞ്ഞു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. എന്തുകൊണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ്? ഇത് 90, ഇത് 90, ഇത് ഈ ആംഗിൾ കോമൺ ആണ്. ഈ ആംഗിൾ കോമൺ ആണെങ്കിൽ ഈ 2 ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. ഇങ്ങനത്തെയുള്ള സിമിലാരിറ്റി കേസസ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്ക് ഈ 2 ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഈ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോ 8, ഈ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോ എത്രയാണ്? 8 + 20 അല്ലേ? അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:28 അല്ലേ? 8:28. 8:28 എന്ന് പറയുമ്പോൾ റേഷ്യോ എത്ര വരും? 4:2:7 എന്ന് വരും അല്ലേ? 2:7 എന്ന് വരും. അതായത് ചെറിയ ട്രയാങ്കിളിൻ്റെ 2 പാർട്ടാണെങ്കിൽ വലിയ ട്രയാങ്കിൾ 7 പാർട്ട് അല്ലേ? ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ ഭാഗമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആ ഭാഗത്തിന് ഞാൻ എന്ത് കൊടുത്തു? X എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2/7, ആ 2/7 ആണ് നമ്മുടെ എന്ത്? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ. ഇന്നലെ പോലെ ഞാൻ പറയുന്ന സിമിലാരിറ്റിക്കകത്ത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? ആ 2/7. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ചെറിയ സാധനമായിരുന്നു അല്ലേ? അപ്പോൾ ചെറിയ ട്രയാങ്കിളിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? X അല്ലേ? ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ അതേ ആംഗിളിന് സമമായിട്ട് കിടക്കുന്ന എന്താണ്? 20. Therefore X = എത്ര വന്നു? 40/7 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? 40/7 സെൻറ്റിമീറ്റർ എന്ന് വന്നു. എക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു എന്ത് വരും? 1/2 × 8 × 40/7 എന്ന് വരും. ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 = 160/7 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ.
ഓക്കെ 160/7 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നല്ല ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായില്ലേ? ഓക്കെ, സിമിലാരിറ്റി യൂസ് ചെയ്താണ് ചെയ്തത്. നമ്മൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ x = 40/7 വരുന്നു. x = 40/7 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നു. സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. In the given figure, ABCD is a parallelogram. ABCD is a parallelogram എന്ന് പറഞ്ഞിട്ടുണ്ട്. Then side AD is extended to M. Side AD is extended to M. N is a point on side CD. N is a point on side CD. BN is extended to meet AD. BN is extended to meet AD. BN is extended to meet AD. BN is extended to meet AD at M. If NO equal to 21 centimeter എന്ന് തന്നിട്ടുണ്ട്, NO തന്നിട്ടുണ്ട് നമുക്ക് 21 centimeter. അതുപോലെ തന്നെ OB equal to 35 centimeter. OB equal to 35 centimeter. ഞാൻ ഇച്ചിരി ഫിഗർ വലുതാക്കാം. ഓക്കെ, ഇനി നോക്കിയോ, NO തന്നിട്ടുണ്ട് നമുക്ക് എത്ര? 21 സെൻറ്റിമീറ്റർ അല്ലേ. OB തന്നിട്ടുണ്ട് നമുക്ക് 35 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ട്രയാങ്കിൾസ്? ഫസ്റ്റ് ട്രയാങ്കിൾ NCO ആൻഡ് OAB. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? കാരണം പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആണെങ്കിൽ എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലേ? പാരലൽ ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ ഫോം ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവും, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവും. സോ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ അല്ലെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പോൾ 3 angles of 2 triangles ആർ ഈക്വൽ ആയതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ആ സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ, സൈഡ്സിന്റെ റേഷ്യോ ON, ഈ ആംഗിളിന് സമം ON, ഈ ആംഗിളിന് ഈക്വൽ ഈ ആംഗിളിന്റെ ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 35. അപ്പൊ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ON ഡിവൈഡഡ് ബൈ OB എന്ന് വരും. സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ടു ON ഡിവൈഡഡ് ബൈ OB. ആ സിമിലാരിറ്റി ഒക്കെ എഴുതി മൂന്നും ട്രയാങ്കിളിന്റെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഏതാണോ കിടക്കുന്ന ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അങ്ങ് നോക്കി എഴുതിയാൽ മതി. അപ്പോൾ ON ബൈ OB എന്ന് പറയുമ്പോഴത്തേക്ക് 21/35 എന്ന് വരും. അതായത് 3/5 എന്ന് വരും റേഷ്യോ അല്ലെ? സൈഡ്സിന്റെ റേഷ്യോ 3/5 എന്ന് വരും. അതായത് ഇത് 3 യൂണിറ്റ്സ് ആണെങ്കിൽ ഇത് 5 യൂണിറ്റ്സ് ആയിരിക്കും. 3:5 റേഷ്യോ ആയിരിക്കും. ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും അങ്ങനെയാണെങ്കിൽ 3:5 ആയിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഇതും 5 ആയിരിക്കണ്ടേ അല്ലേ? ഇതും 3 ആണെങ്കിൽ ഇതും 5 ആയിരിക്കണം, ഇത് 3 ആണെങ്കിൽ ഇതും 5 ആയിരിക്കണം. അതല്ലേ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം AB = CD ആയിരിക്കണം അല്ലേ? AB = CD ആയിരിക്കണം. അപ്പം ഇവിടെ 5 ഇവിടെ 3 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ എത്രയായിരിക്കും? അപ്പം 2 യൂണിറ്റ്സ് അല്ലേ? 2 യൂണിറ്റ്സ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒരു സിമിലാരിറ്റിയും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ആ സിമിലാരിറ്റി എവിടെ നമ്മൾ അപ്ലൈ ചെയ്യും? ദേ ഈ ട്രയാങ്കിൾ കണ്ടല്ലോ. ഈ ട്രയാങ്കിളും ഈ കുഞ്ഞു ട്രയാങ്കിൾ MDN ആൻഡ് ട്രയാങ്കിൾ MAB. ട്രയാങ്കിൾ MDN ആൻഡ് ട്രയാങ്കിൾ MAB. ഇവിടെ നമ്മൾ ചെയ്ത ഏതായിരുന്നു? ട്രയാങ്കിൾ NOC സിമിലർ. ട്രയാങ്കിൾ NOC സിമിലർ ഏതായിരുന്നു? BOA. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ്. ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ NOC സിമിലർ ടു ട്രയാങ്കിൾ BOA ആണ്. അപ്പം നമുക്ക് സൈഡ്സിന്റെ റേഷ്യോ കിട്ടി 3/5. അങ്ങനെയാണ് ഇത് 3 പാർട്ടാണ്, ഇത് 5 പാർട്ട്, ഇത് 3 പാർട്ടാണ്, ഇത് 5 പാർട്ട്, അങ്ങനെയാണ് ഇത് 2 പാർട്ട് അല്ലേ? എഗെയിൻ നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ കിട്ടി. ട്രയാങ്കിൾ MDN ആൻഡ് ട്രയാങ്കിൾ MAB. ട്രയാങ്കിൾ MDN ആൻഡ് ട്രയാങ്കിൾ MAB നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത് 2 ആണെന്ന് പറയാം അല്ലേ? ഇതെന്താണ്? 5 ആണെന്ന് പറയാം. അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് കിടക്കുന്ന 2ഉം വലിയ ട്രയാങ്കിളിന്റെ സൈഡ് കിടക്കുന്നത് 5ഉം ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ബാക്കി സൈഡ്സും അതേ റേഷ്യോ ഫോളോ ചെയ്യും അല്ലേ? അപ്പം ഇത് 2 ആയിരിക്കും, ഈ ടോട്ടൽ 5 ആയിരിക്കും
അല്ലേ? അതേപോലെ തന്നെ ഈ സൈഡും ഇത് 2 ആയിരിക്കും, ഈ ടോട്ടൽ സൈഡ് ഇത് 5 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് 2 ആണ്, ഇത് 5 ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് 2 ആയിരിക്കും, ഈ ട്രയാങ്കിളിന്റെ വലിയ സൈഡ് 5 ആയിരിക്കും. അതേപോലെ തന്നെ ഈ സൈഡ് 2 ആയിരിക്കും, ഈ സൈഡ് 5 ആയിരിക്കും, അല്ലേ? ഇനി ഈ സൈഡ് 2 ആണ്, ഈ സൈഡ് 5 ആണെങ്കിൽ ബാക്കിയുള്ള ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ 3 അല്ലേ? അല്ലേ? ഇത് 2, ഇത് ടോട്ടൽ 5 ആണെങ്കിൽ ഇത് 3 പാർട്സ് അല്ലേ? 3 പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ് തന്നിരിക്കുന്നത്? 3 പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് എത്രയാണ്? 21 + 35 സെന്റിമീറ്റർ അല്ലേ? 21 + 35 സെന്റിമീറ്റർ. 3 പാർട്സ് എന്ന് പറയുമ്പോൾ 21 + 35 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? mn ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. mn = എത്ര പാർട്ടാണ്? 2 പാർട്ട്. 2 പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 30, 40, 50, 56 ഡിവൈഡഡ് ബൈ 3 × 2. 112 ഡിവൈഡഡ് ബൈ 3. 112 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3 എത്ര വരും? 3, 39, 22, 37.33 സെന്റിമീറ്റർ എന്ന് വരും. ഓപ്ഷൻ ബി 37.33 സെന്റിമീറ്റർ. ഓക്കെ, mn ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 പാർട്സ് എന്ന് വരും, ഇത് 5 പാർട്സ് എന്ന് വരും. അപ്പോൾ ഇത് 3 പാർട്സ് ആണ്. ഈ 3 പാർട്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? NO + OB അല്ലേ ആ 3 പാർട്സ്? അതാണ് ഞാൻ N3 പാർട്ട് = 21 + 35 സെന്റിമീറ്റർ എന്ന് എഴുതിയത്. 21 + 35 = 56 സെന്റിമീറ്റർ. 56 സെന്റിമീറ്റർ ആണ് 3 പാർട്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mn ആണ്. mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടാണ്. അപ്പോൾ 2 പാർട്ട് എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. 56 ഡിവൈഡഡ് ബൈ 3 × 2, 112/3, 37.33 സെന്റിമീറ്റർ. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് സിമിലാരിറ്റി കാണുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇതിന് മുന്നത്തെ ക്ലാസ് കാണുക. ഓക്കെ, ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുത്തു, കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ. കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കോൺഗ്രുവൻസി എന്ന് അങ്ങനെ ക്വസ്റ്റ്യനും ചോദിക്കാറില്ല. പിന്നെ നമ്മൾ തിയറി പറയുമ്പോൾ ഞാൻ കോൺഗ്രുവൻസി ട്രയാങ്കിൾ എന്താണെന്നും കോൺഗ്രുവൻസ് എന്താണെന്നും ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, കോൺഗ്രുവൻസി എന്താണ്? കോൺഗ്രുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അല്ല, അതായത് ഈക്വൽ ട്രയാങ്കിൾ തന്നെയാണ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്യം തോന്നും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, അല്ലേ? അതായത് ഷേപ്പ് ഒരുപോലെ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? പക്ഷേ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഇത്. അതായത് ഈക്വൽ ട്രയാങ്കിൾസിനെയാണ് നമ്മൾ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. കോൺഗ്രുവൻ്റ് മീൻസ് ഈക്വൽ, കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് മീൻസ് ഈക്വൽ ട്രയാങ്കിൾസ്. അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾസിന് 2-3 കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ആ 2-3 കണ്ടീഷൻ? നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കോൺഗ്രുവൻസി കണ്ടീഷൻ? ഫസ്റ്റ് സൈഡ് അല്ലേ? സൈഡ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി എങ്ങനെയാണ് നമുക്കിത് ജസ്റ്റ് കോൺഗ്രുവൻ്റ് ആവുന്നതെന്ന് നോക്കാം. അതായത് 3 സൈഡ്, 2 ട്രയാങ്കിളിൻ്റെ 3 സൈഡ്, 2 ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ഈക്വൽ ആണ്. അതായത് ABCPQRൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. ഇത് AB = PQ ആയിരിക്കും, AC = PR ആയിരിക്കും, BC = QR ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹെറോൺസ് ഫോർമുല വെച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഏരിയയും ഈക്വൽ ആയിരിക്കൂലേ? കാരണം 3ൻ്റെയും സൈഡ്സ് സെയിം ആണല്ലേ? 3ൻ്റെയും സൈഡ്സ് സെയിം ആണെങ്കിൽ നമ്മൾ 2ൻ്റെയും ഈക്വൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്തായി പോവും? ഈക്വൽ ഏരിയ ആവൂലേ? 2 ട്രയാങ്കിളിനും ഈക്വൽ ഏരിയ ആവും. അതേപോലെ തന്നെ നമുക്ക് ഏരിയയുടെ വേറൊരു ഫോർമുല അറിയാം. എന്തായിരുന്നു ഏരിയയുടെ വേറൊരു ഫോർമുല? ഇതിന് ഞാൻ ജസ്റ്റ് C എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ജസ്റ്റ് A എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ജസ്റ്റ് P എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ജസ്റ്റ് P എന്ന് സ്മോൾ p കൊടുത്തു, ഇതിന് ഞാൻ ജസ്റ്റ് സ്മോൾ q കൊടുത്തു, ഇതിന് ഞാൻ ജസ്റ്റ് സ്മോൾ r കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ = ½ × A × C × ഇൻക്ലൂഡിങ് ആംഗിളായ sin B എന്നെനിക്ക് എഴുതിക്കൂടെ? അതേപോലെ തന്നെ അതേ ഏരിയ തന്നെയാണ് ½ × R × P × R × sin ആംഗിൾ Q,
അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു സി ഈക്വൽ ടു ആർ ആണ്, എ ഈക്വൽ ടു പി ആണ് അല്ലേ? അപ്പം ഹാഫ് എ സിയും ഹാഫ് പി ആറും കട്ടായി പോയി. നമുക്ക് എന്ത് റിസൾട്ട് വന്നു? നമുക്ക് വന്നു സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ എന്ന് വന്നു. അതായത് സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആണെങ്കിൽ ആംഗിൾ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ ക്യൂ ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ ക്യൂ ആയിരിക്കും. സിമിലർലി നമുക്ക് പ്രൂവ് ചെയ്യാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആയിരിക്കും. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആയിരിക്കും. അപ്പം രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സും ഈക്വലായി, 3 ആംഗിൾസും ഓട്ടോമാറ്റിക്കലി ഈക്വലായി. അങ്ങനെയാണെങ്കിൽ SSS തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? 2 triangles are congruent. ഓക്കെ, 2 triangles are congruent. ഇനി ആ കോൺഗ്രുവൻസി ഡിനോട്ട് ചെയ്യുന്നത് ABC is congruent to PQR. ഇങ്ങനെയാണ്. സിമിലാരിറ്റിയിൽ നമ്മൾ ഇത് മാത്രമേ എഴുതുള്ളായിരുന്നു. സിമിലർ ആയ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ABC സിമിലർ ടു PQR. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? SAS അല്ലേ? രണ്ട് സൈഡും ഒരു ആംഗിളും. അത് നമ്മൾ നോക്കാം. രണ്ട് ട്രയാങ്കിളിൻ്റെ ABC PQR രണ്ട് സൈഡും ഒരു ആംഗിളും അല്ലേ? അപ്പോൾ ഈ സൈഡും ഈ ആംഗിൾ. ഓക്കെ, ഈ രണ്ട് സൈഡും ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഏരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇതേ ഇൻക്ലൂഡഡ് ആംഗിൾ. അതേ റിസൾട്ട് തന്നെ വരും. ഹാഫ് ഇൻറ്റു QR ഇൻറ്റു PQ ഇൻറ്റു സൈൻ ആംഗിൾ Q എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഇത് സെയിം ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ രണ്ട് ഏരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ എന്ത് വരും? ഏരിയ ഈക്വൽ ടു നമുക്ക് സെയിം വരും അല്ലേ? ഏരിയ ഈക്വൽ ടു സെയിം വരും. ഇനി ഏരിയ സെയിം വന്നു, നമുക്ക് ഓൾറെഡി രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെറോൺസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ സൈഡായ ഇതിനകത്തെ BCയും ഇതിനകത്തെ ACയും ഇതിനകത്തെ PRും ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. കാരണം ഏരിയ ഈക്വൽ ആണ്, ഇതിനകത്തെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിലെയും രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് 3 സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടും. കാരണം ഹെറോൺസ് ഫോർമുലയ്ക്കകത്ത് √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C അപ്ലൈ ചെയ്യുമ്പോൾ ഈ സിക്ക് മാത്രമല്ലേ ചേഞ്ച് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സി എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ SAS തിയറം വെച്ചും നമുക്ക് എന്ത് പറയാം? ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് ട്രയാങ്കിൾ എന്ന് പറയാം. അതായത് രണ്ട് സൈഡും ഒരു ആംഗിളും രണ്ട് ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 triangles are congruent എന്ന് പറയാം. ഓക്കെ, അടുത്ത സൈഡ് 1 ആംഗിൾ അല്ലേ നമ്മളിപ്പോൾ എഴുതി. 2 angle and including side. ഓക്കെ, 2 angle and including side. അതായത് രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ABC ആൻഡ് PQR രണ്ട് ആംഗിളിൻ്റെയും ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരു സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണോ? നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ആംഗിൾസും രണ്ട് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പോൾ 3 angles ഓഫ് 2 triangles ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾസ് സിമിലർ ആയി അല്ലേ? ട്രയാങ്കിൾസ് സിമിലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ എഴുതാമല്ലോ. AB by PQ ഈക്വൽ ടു BC by QR ഈക്വൽ ടു AC by PR. ഇനി ഇതിനകത്ത് തന്നിരിക്കുന്നു ഓൾറെഡി ഒരു സൈഡ് രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈക്വൽ ആണ് അല്ലേ? ABയും PQയും ഈക്വൽ ആണ്. ABയും PQ ഈക്വൽ ആണെങ്കിൽ ഇത് 1 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ BC ഈക്വൽ ടു ഓട്ടോമാറ്റിക്കലി എന്തായി? QR ആയിട്ട് മാറി. അതുപോലെ തന്നെ AC by PR ഈക്വൽ ടു 1 ആണെങ്കിൽ AC ഈക്വൽ ടു എന്തായിട്ട് മാറി? PR ആയിട്ട് മാറി. അപ്പോൾ എഗെയിൻ 3 ആംഗിൾസും 3 സൈഡ്സും ഈക്വൽ ആയി രണ്ട് ട്രയാങ്കിളിൻ്റെ. നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്. ഓക്കെ, ഒരു കണ്ടീഷനോടുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഹൈപ്പോട്ടിന്യൂസും ഏതെങ്കിലും ഒരു സൈഡും
ഹൈപ്പോട്ടിന്യൂസ് ഏതെങ്കിലും ഒരു സൈഡും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസും ഏതെങ്കിലും ഒരു സൈഡും രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആണെങ്കിലും നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. അപ്പോൾ ഇത് 4 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആവുന്നതിൻ്റെ കണ്ടീഷൻ. ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം അത്ര ഇമ്പോർട്ടൻസ് അല്ല. കോൺഗ്രുവൻസി ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. നമുക്കിനി നേരെ സെൻറ്റേഴ്സിലോട്ടാണ് പോകേണ്ടത്. സെൻറ്റേഴ്സിനകത്ത് തന്നെ ഇൻ സെൻറ്റർ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് കൊടുത്തു ഇൻ സെൻറ്റർ. അപ്പോൾ എന്താണ് ഇൻ സെൻറ്റർ? ഇൻ സെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ. ഇൻ സെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കിക്കോ, ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനെയും ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അകത്തൂടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ സർക്കിൾ. ഓക്കെ, ആ സർക്കിളിന്റെ സെന്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ സെന്റർ. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ദൂരമാണ് ആ സർക്കിളിന്റെ ഇൻ റേഡിയസ്. അതായത് ആ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ആ ദൂരമാണ് ഇൻ റേഡിയസ്. ഇൻ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇൻ സെന്ററിനെ കുറിച്ചിട്ട് നിങ്ങൾ 2-3 പോയിന്റ് ആയിട്ട് എഴുതിക്കും. ഇൻ സെന്റർ always lies inside the triangle. In center always lies inside the triangle. ഇൻ സെന്റർ എങ്ങനെയാണ്? എപ്പോഴും ട്രയാങ്കിളിന്റെ ഇൻസൈഡിൽ മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഇൻ സെന്റർ ഓൾവേസ് ലൈസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. അടുത്ത ഇൻ സെന്റർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇൻ സെന്റർ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇൻ സെന്റർ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ 3 ആംഗിൾ എ ബി സി, ഈ എ ബി സിയുടെയും ആംഗിൾ ബൈസെക്ടർ ഞാൻ വരച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഞാൻ ആംഗിൾ ബൈസെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു, ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു, ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 3 കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും ഇൻ സെന്റർ. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് അതിനർത്ഥം. ഓക്കെ, ഇതിനെ രണ്ടിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിൾ ബൈസെക്ടേഴ്സും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് ഇൻ സെന്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ദൂരം എടുത്തിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് ഇൻ സർക്കിൾ. ആ സർക്കിളിന്റെ സെന്റർ ആണ് ഇൻ സെന്റർ. ഓക്കെ,
അപ്പോൾ ഒരു പോയിന്റ് കൂടെ അങ്ങ് എഴുതിക്കോ ഇതിൻ്റെ കൂടെ തന്നെ. അതായത് ഇൻസെൻഡർ ഈസ് ഇക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ഓൾ സൈഡ്സ്. ഇൻസെൻഡർ ഈസ് ഇക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ഓൾ ദ സൈഡ്സ്. എന്താണ് ആ ഇക്വി ഡിസ്റ്റൻറ്റ് സൈഡ്? ആ സൈഡിന് വിളിക്കുന്ന പേരാണ് ഇൻ റേഡിയസ്. ഓക്കെ, ആ ഇക്വി ഡിസ്റ്റൻറ്റ്, ആ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് ഇൻ റേഡിയസ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് ഇൻസെൻഡർ. ഇൻസെൻഡർ, അങ്ങനെ നമ്മൾ ഇൻസെൻഡറിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ദൂരം, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇതൊരു ടാൻജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സർക്കിളിൽ ഒരു ടാൻജൻറ്റ് പോവുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും കറക്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതായിരിക്കും റേഡിയസ്, അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെയും എന്തായിരിക്കും, നമുക്ക് റേഡിയസ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അത് ഈ 3 സൈഡിനെയും ജസ്റ്റ് ടച്ച് ചെയ്യും. അങ്ങനെയുള്ള സർക്കിളിനെ വിളിക്കുന്ന പേരാണ് ഇൻ സർക്കിൾ. അങ്ങനെയുള്ള സർക്കിളിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് ഇൻ റേഡിയസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കുമ്പം ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു സർക്കിൾ എടുത്ത് വരച്ചു. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ ഇത് ഇതേപോലെ തന്നെ വരണമെന്നില്ല, ഇങ്ങനെ ആവാം ആ റേഡിയസ്. ഓക്കെ, ഇങ്ങനെ ആവാം. അതായത് ഇതേ ലൈൻ തന്നെ ആവണമെന്നില്ല അതിൻ്റെ റേഡിയസ്, ഇതാവാം അതിൻ്റെ റേഡിയസ്. അല്ലെങ്കിൽ ഇതേ ലൈൻ തന്നെ വരണമെന്നില്ല, ഇതാവാം അതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇതാവാം അതിൻ്റെ റേഡിയസ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? ഇൻസെൻറ്ററിനകത്ത് നമുക്ക് ഇൻസെൻറ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇൻസെൻറ്ററിനകത്താണ് ഒരുപാട് റിസൾട്ടുകൾ ഉള്ളതും കേട്ടോ. ഇൻസെൻറ്റർ നന്നായിട്ട് പഠിക്കണം നമുക്ക്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിൻ്റെ നമ്മൾ ഈ 2 ആംഗിൾ ബൈസെക്ടറും വരച്ച് ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഇൻസെൻറ്റർ. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഡിയസ് ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഡിയസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് 2 കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ട്രയാങ്കിളും ആക്ച്വലി കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. എങ്ങനെയാണെന്ന് നോക്കിയേ. അതായത് ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്, അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? പെർപെൻഡിക്കുലർ ആണ്, അല്ലേ? റേഡിയസും ടാൻജൻറ്റും. കാരണം ശരിക്കും സർക്കിളാണ് വരുന്നത്. ഇവിടെ ഞാൻ ആ സർക്കിൾ വരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പം 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം 90 ഡിഗ്രി ആംഗിൾ ഉള്ളതുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് രണ്ടും, അല്ലേ? ഇനി ഇതിനകത്ത് തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹൈപ്പോട്ടിന്യൂസ് രണ്ടിന് എന്താണ്? കോമൺ ആണ്, അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് രണ്ടിനും കോമൺ ആണ്. ഈ സൈഡ് എന്താണ്? ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പം കുറച്ച് മുന്നേ നമ്മൾ കോൺഗ്രുവൻസിക്കകത്ത് പറഞ്ഞ സാധനം എന്തായിരുന്നു? ഹൈപ്പോട്ടിന്യൂസും 1 സൈഡും ഈക്വൽ ആണെങ്കിൽ എന്താണ്? 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ്. 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അവർ ഈക്വൽ ആണ്. ഈ 2 സൈഡും ഈക്വൽ ആണ്, ഈ 2 സൈഡും ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്. ഈ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ടാണ് ഈ സർക്കിളിന്റെ, അതായത് നമ്മൾ സർക്കിൾസ് വരുമ്പോൾ പഠിക്കും, ഒരു ടാൻജന്റ്, ഒരു സർക്കിളിന്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 ടാൻജൻസും ഈക്വൽ ആവുന്നത് ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് തീറ്റ ആയിരിക്കും, ഇത് തീറ്റ ആയിരിക്കും. ഈ പോയിരിക്കുന്നത് ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. സിമിലർലി നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാം ഇതേപോലെ. ഇതും കോൺഗ്രുവൻ്റ് ആയിരിക്കും, ഇതും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളും ഇതേപോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും എന്തായിരിക്കും? ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ഇത് ആൽഫ ആണെങ്കിൽ ഇത് ആൽഫ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 2 ആംഗിൾ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഇൻസെൻറ്റർ. ഓക്കെ, നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. 2 ആംഗിൾ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ തന്നെ ആയിരിക്കും ഇൻസെൻറ്റർ. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഞാൻ അതിൻ്റെ തിരിച്ചൊന്ന് റിവേഴ്സ് ചെയ്ത് കോൺഗ്രുവൻസി പറഞ്ഞിട്ടാണ് ഞാൻ പ്രൂവ് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് വരില്ല. ഓക്കെ, 2 ആംഗിൾ ബൈസെക്ടർ ജോയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇൻസെൻറ്റർ ഫോം ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുമോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് തോന്നുമല്ലോ, അല്ലേ? ഓക്കെ. അടുത്ത നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് റിസൾട്ടായിട്ട് എഴുതിക്കും. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABC.
അതിൽ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഈ ആംഗിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഐ, അതായത് ഇൻ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഐ സി ഈക്വൽ ടു ഡയറക്റ്റ് കണ്ടുപിടിക്കുക ഒരു ഫോർമുല ഉണ്ട്, 90 പ്ലസ് എന്താണ് a/2. നമ്മൾ നേരത്തെ പഠിച്ചതാണ് 90 പ്ലസ് a/2. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസിനകത്ത് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇത് ആംഗിൾ എ ആണ്, ഇത് ആംഗിൾ ബി ആണ്, ഇത് ആംഗിൾ സി ആണ്. ആംഗിൾ ബി ഐ സി ഈക്വൽ ടു 90 പ്ലസ് a/2 ആയിരിക്കും. നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇത് ആംഗിൾ ബി ആണെങ്കിൽ ഇത് ഇതിൻ്റെ ഇൻസെൻറ്റർ ആണ്. അപ്പോൾ ഈ പോയിരിക്കുന്നത് എന്തായിരിക്കും? ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് b/2 ആയിരിക്കും, ഇത് b/2 ആയിരിക്കും. അതേപോലെ തന്നെ ഇത് c/2 ആയിരിക്കും, ഇത് c/2 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഐ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? ആംഗിൾ ബി ഐ സി ഈക്വൽ ടു ആ ട്രയാങ്കിൾ 180 മൈനസ് ബി ഐ സി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്തുനിന്ന് 180 മൈനസ് b/2 പ്ലസ് c/2 ചെയ്താൽ പോരെ? b/2 പ്ലസ് c/2 ചെയ്താൽ മതി അല്ലേ? 180 മൈനസ് b/2 പ്ലസ് c/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ബി ഐ സി കിട്ടും. ഇനി 180 മൈനസ് b/2 പ്ലസ് c/2, 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 എന്ന് എഴുതിക്കൂടെ? a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 എന്ന് എഴുതാം. അപ്പം നമ്മൾ ഈ a പ്ലസ് ബി പ്ലസ് സി ഇവിടോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? a പ്ലസ് ബി പ്ലസ് സി മൈനസ് b/2 മൈനസ് c/2 എന്ന് വരും അല്ലേ? എവിടെയെങ്കിലും തെറ്റിയോ? ബി ഐ സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് b/2 പ്ലസ് c/2. വേണ്ട, അങ്ങോട്ട് പോകണ്ട, തിരിച്ച് നമുക്ക് റിവേഴ്സിങ് വരാം. അതായത് 180 മൈനസ് b/2 പ്ലസ് c/2. a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 ആണെങ്കിൽ എനിക്ക് പറയാം a/2 പ്ലസ് b/2 പ്ലസ് c/2 എന്ത് എഴുതാം? 90 എന്ന് എഴുതിക്കൂടെ? a/2 പ്ലസ് c/2 b/2 പ്ലസ് c/2 ഈക്വൽ ടു 90 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ b/2 പ്ലസ് c/2 ഈക്വൽ ടു 90 മൈനസ് a/2 എന്ന് എഴുതാം. അപ്പോൾ 180 മൈനസ് 90 മൈനസ് a/2, 180 മൈനസ് 90 മൈനസ് a/2 ഈസ് 90 പ്ലസ് a/2. ഓക്കെ, 90 പ്ലസ് a/2. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2018-ലും 2019-ലും ഒക്കെ TCS വെറുതെ ചവറ് കണക്കിന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചുമ്മാ ആംഗിൾസിനെ വെച്ച് ചോദിക്കുകയായിരുന്നു. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2020-ലെ ഈ നടക്കുന്ന CGL-ലും CHS-ലും MTS-ലും ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും, ഈ ആംഗിളിൻ്റെ പ്രോപ്പർട്ടിക്കകത്തുനിന്ന്. അപ്പോൾ ABC ഈക്വൽ ടു ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇൻസെൻറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ A ആണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എന്ത് പറയാം? 90 പ്ലസ് a/2. ഓക്കെ, ഇൻസെൻറ്റർ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഇതും ജോയിൻ ചെയ്തെന്ന് വെച്ചോ. ഇത് ജോയിൻ ചെയ്ത് വെച്ചെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 പ്ലസ് c/2 ആയിരിക്കും അല്ലേ? ഡൗട്ട് ഉണ്ടോ? അതേപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 90 പ്ലസ് b/2 ആയിരിക്കും. അതായത് ഇതേപോലെ തന്നെ അപ്പുറവും ഇപ്പുറവും എല്ലാം ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് റിസൾട്ട്, സെക്കൻഡ് റിസൾട്ട്. അതായത് ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൽ നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. എന്നിട്ട് നമ്മൾ ആ ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് സൈഡിലോട്ടുള്ള പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, നമുക്കൊരു ഇൻ സർക്കിൾ കിട്ടി. ABC, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് A, ഇത് B, ഇത് C. നമ്മൾ പണ്ട് പോലെ അങ്ങനെയാണല്ലേ കൺവെൻഷനിൽ എടുക്കുന്നത്. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 6, ഇത് 90 ഡിഗ്രി, ഇത് 6, ഇത് 90 ഡിഗ്രി, ഇത് 6. ഇത് ഇതേ ലൈൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നില്ല. ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താന്ന് പുതിയൊരു ലൈനാണെന്ന് വിചാരിച്ചാൽ മതി. ആക്ച്വലി ദിസ് ഈസ് ഐ എം കൺസിഡറിങ് ഇറ്റ് ഈസ് റേഡിയസ്. ഈ സാധനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ലൈനിനെ ഞാൻ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ സാധനമാണ് റേഡിയസ്, ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ സാധനമാണ് റേഡിയസ്.
ഓക്കെ, അതിനാണ് നമ്മളൊരു സാധനം ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എനിക്ക് 3 പാർട്സ് ആയിട്ട് ചെയ്തൂടെ? അതായത് ഈ പോയിന്റിന് ഞാൻ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ഐ ബി പ്ലസ് ട്രയാങ്കിൾ എ ഐ സി പ്ലസ് ട്രയാങ്കിൾ ബി ഐ സി, ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് എനിക്ക് എഴുതാം അല്ലെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി പ്ലസ് എ ഐ സി പ്ലസ് ബി ഐ സി എന്ന് എഴുതിക്കൂടെ? ബി ഐ സി എന്ന് എഴുതിക്കൂടെ? അപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി, എ ഐ ബിയുടെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ബേസ് നമുക്കുണ്ട് സി, ഹൈറ്റ് നമുക്കുണ്ട് ആർ അല്ലെ? ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ആർ അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സിമിലർലി എ ഐ സി ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ആർ. കാരണം ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൊത്തം എന്താണ്? റേഡിയസ് ആണ് അല്ലേ? അപ്പൊ ഇതേപോലെ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ. അപ്പൊ സിമിലർലി നമ്മൾ ഹാഫും ആറും ഇങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും അല്ലെ? എ പ്ലസ് ബി പ്ലസ് സി, ഈ ഹാഫിനെ ഞാൻ ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ സെമി പെരിമീറ്റർ ആണ്. ദെയർഫോർ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു സ്മോൾ ആർ ഇൻറ്റു എസ് എന്ന് വരും. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഹാവിംഗ് ഇൻ റേഡിയസ് ആൻഡ് സെമി പെരിമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ഇൻ റേഡിയസ് ഏതൊരു ട്രയാങ്കിളിന്റെയും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ റേഡിയസ് ഓഫ് എനി ട്രയാങ്കിൾ, ഇൻ റേഡിയസ് ഓഫ് എനി ട്രയാങ്കിൾ ഈക്വൽ ടു എന്തെഴുതാം നമുക്ക്? സ്മോൾ ആർ ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ്, വേർ ഡെൽറ്റ ഈസ് എന്താണ്? ഏരിയ. ഇൻ റേഡിയസ് ഓഫ് എനി ട്രയാങ്കിൾ ഈക്വൽ ടു സ്മോൾ ആർ ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ് എന്ന് വരാം. ഇനി എങ്ങനെയാണ് ഡെൽറ്റ ഈക്വൽ ടു സ്മോൾ ആർ ഇൻറ്റു എസ് എന്ന് വന്നതിന്റെ പ്രൂഫാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ ഓക്കെ, നമ്മുടെ ട്രയാങ്കിൾ വന്നു. ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കാം എ ബി സി. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് അല്ലേ? സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, എ എ എ. ദെൻ എന്തൊക്കെ അറിയാം? 60 ഡിഗ്രി. ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, അതുകൊണ്ട് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയതുകൊണ്ട് എല്ലാ ആംഗിൾസിന്റെയും സം എന്താണ്? 60 ഡിഗ്രി ആണ്. പിന്നെ എന്തൊക്കെ അറിയാം? ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പിന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ ഹൈറ്റ്
അല്ലെങ്കിൽ മീഡിയൻ എല്ലാം ഒറ്റ ലൈൻ ആയിരിക്കും, അല്ലെ ഒറ്റ ലൈൻ ആയിരിക്കും. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഡി ആയിരിക്കും. അതേപോലെ തന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സിമ്മട്രിയാണ് ഇൻ റേഡിയസ്, സർക്കം റേഡിയസ്, ഓർത്തോ സെന്റർ, ഇൻ സെന്റർ, സർക്കം സെന്റർ, ഓർത്തോ സെന്റർ, ഇതെല്ലാം ഒരൊറ്റ പോയിന്റിലായിരിക്കും. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ് ഇൻ സെന്റർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ നമ്മൾ ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻ സെന്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ ഇൻ സെന്റർ തന്നെ ആയിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ. അതേ സെന്റർ തന്നെ ആയിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ. അതേ സെൻറ്റർ തന്നെയായിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. അത്രയ്ക്കും സിമ്മെട്രിക്കൽ ആയിട്ടൊരു സാധനമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ആ സെൻറ്റർ തന്നെയായിരിക്കും ഇൻ സെൻറ്റർ, സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ, സെൻട്രോയിഡ് എല്ലാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ലൈൻ തന്നെ ആയിരിക്കും എന്ത്, ആംഗിൾ ബൈസെക്ടർ. ഈ ലൈൻ തന്നെ ആയിരിക്കും എന്ത്, ഈ ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ബൈസെക്ടർ തന്നെ ആയിരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ സൈഡ്. അതായത് ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. ഇനി അതിനെ ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പോയിന്റ് ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി ഡി ഈക്വൽ ടു സി ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആംഗിൾ ബൈസെക്ടർ ആകുന്നുണ്ട്, ഇത് മീഡിയൻ ആകുന്നുണ്ട്, ഇത് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ അത്രയും സിമ്മെട്രിക്കൽ ആയിട്ടാണ് സാധനം ഇരിക്കുന്നത്. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് വേറൊരു സിമ്മെട്രിക്കൽ പോയിന്റും ഉണ്ട്. അതായത് ഈ പോയിന്റ് സെൻട്രോയിഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഞാൻ നിങ്ങളെ സെൻട്രോയിഡ് മീഡിയൻ അത് പഠിപ്പിക്കും. പക്ഷെ എന്നാലും മീഡിയനായി സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണ്, നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, 2:1 ആയിരിക്കും. ഓക്കെ, 2:1 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് ആണെങ്കിൽ ഈ റേഷ്യോയും എന്തായിരിക്കും, 2:1 ആയിരിക്കും. കാരണം എല്ലാ പോയിന്റും ഒരു പോയിന്റിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഇതെന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് ഇൻ റേഡിയസ് കണ്ടുപിടിക്കണം. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആംഗിൾ ബൈസെക്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ലൈൻ, ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഇതെടുത്തിട്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും നമ്മുടെ സർക്കിൾ അല്ലേ, ഇങ്ങനെ വരും നമ്മുടെ സർക്കിൾ. അപ്പം നമുക്ക് മനസ്സിലായി ദേ ഈ ലൈനാണ് റേഡിയസ് അല്ലേ. അതായത് 2:1 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് ഈ 1 പാർട്ടാണ് നമ്മുടെ റേഡിയസ്. അതേപോലെ തന്നെ സർക്കം സർക്കിൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. സർക്കം സർക്കിൾ പഠിപ്പിക്കുമ്പോൾ പറയാം, ദേ ഇതുപോലെ നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സർക്കം സർക്കിൾ. ഇതേ സെന്ററിൽ നിന്ന് തന്നെ സർക്കിളിന്റെ ഈ വെർട്ടെക്സിലോട്ടോ ഉള്ള ഈ ദൂരമാണ് സർക്കം റേഡിയസ്. അതായത് ഇത് ക്യാപിറ്റൽ ആർ ആയ സർക്കം റേഡിയസും ഇത് സ്മോൾ ആർ ആയ ഇൻ റേഡിയസും ആകുന്നു ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ സം ചെയ്യുന്നതായിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത്, ഹൈറ്റ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ റേഡിയസും സർക്കം റേഡിയസും കൂടെ സം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അതിനകത്തുനിന്ന് ഇൻ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ ഹൈറ്റ് അറിയണം അല്ലേ. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊരു 30, 60, 90 ട്രയാങ്കിൾ അല്ലേ. അവിടെ മാറ്റി വരയ്ക്കും, 60, 30, 90 ട്രയാങ്കിൾ. 90യുടെ ഓപ്പോസിറ്റ് എ ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, A/2. 90യുടെ ഓപ്പോസിറ്റ് എ ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് A/2 ആയിരിക്കും. 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, √3 A/2. ഇതെന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്, സൈൻ റൂൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1, 2, √3 അല്ലേ. 1, 2, √3 നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരുടെ കുഴപ്പമാണോ, എൻ്റെ കുഴപ്പമാണോ, അല്ല. ഓക്കെ, അപ്പം 1, 2, √3 അതിനകത്ത് 90യുടെ ഓപ്പോസിറ്റ് എ ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് A/2, 60യുടെ ഓപ്പോസിറ്റ് എന്താണ്, √3 A/2. അപ്പം നമുക്ക് ഹൈറ്റ് എന്ത് കിട്ടി, ഹൈറ്റ് ഈക്വൽ ടു √3 A/2 എന്ന് കിട്ടി. √3 A/2 എന്ന് കിട്ടി. ആ ഹൈറ്റിനെ നമ്മൾ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 1 പാർട്ടാണ് നമ്മുടെ ഇൻ റേഡിയസ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര നോക്കാം, √3 A/2 ആണെങ്കിൽ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ മൊത്തം എത്ര പാർട്ടായിരിക്കും, മൊത്തം 3 പാർട്ട് അല്ലേ. 3 പാർട്ടിനകത്ത് നമുക്ക് എത്ര പാർട്ടാണ് വേണ്ടത്, ഒരു പാർട്ട്. അപ്പോൾ ഈ 3യും √3യും കൂടെ കട്ട് ചെയ്ത് എന്ത് വന്നു, A/2 √3 സ്മോൾ ആർ ഈക്വൽ ടു A/2 √3 എന്ന് വന്നു. Therefore in radius of an equilateral triangle സ്മോൾ ആർ ഈക്വൽ ടു എന്താണ് വന്നത്, സ്മോൾ ആർ ഈക്വൽ ടു പഠിക്കണം കേട്ടോ, സ്മോൾ ആർ ഈക്വൽ ടു A/2 √3. സ്മോൾ ആർ ഈക്വൽ ടു A/2 √3.
സ്മോൾ ആർ ഈക്വൽ ടു എ ബൈ 2√3. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ എ ബൈ 2 ക്യാൻസൽ ആയി പോയി എ ബൈ √3 എന്ന് വരും. അങ്ങനെ എ ബൈ √3യും എ ബൈ 2√3യും കൂടെ സം ചെയ്യുന്നതാണ് എന്ത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ആ ഹൈറ്റിനെ സെൻട്രോയിഡ് അല്ലെങ്കിൽ ആ ഹൈറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഇൻ സെൻറ്റർ ആണെങ്കിലും ഏതൊരു സെൻറ്റർ ആണെങ്കിലും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും, 2:1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വേണമെങ്കിൽ നമുക്ക് മറ്റേ ആ ഇൻ സെൻറ്ററിൻ്റെ ആ ഇൻ റേഡിയസിൻ്റെ ഫോർമുല വെച്ചും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം അതുകൂടെ ഞാൻ വേണേൽ പറയാം. അതായത് ഞാൻ പറഞ്ഞു ഇൻ റേഡിയസ് ഓഫ് എനി ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ ഈക്വൽ ടു സ്മോൾ ആർ ഇൻറ്റു എസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അല്ലേ. ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്, ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ പഠിപ്പിക്കാം, അന്നേരം പറയാം √3a²/4 ആണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഹൈറ്റ് കണ്ടുപിടിച്ചല്ലോ, ഹൈറ്റ് എത്രയായിരുന്നു, √3a/2 കണ്ടുപിടിച്ചില്ലേ. ഹൈറ്റ് ഈക്വൽ ടു √3a/2 ആണ്. ബേസ് ഈക്വൽ ടു എന്താണ്, എ ആണ് അല്ലേ. എ ആണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ത് വരും, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു √3a/2. അതല്ലേ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ, √3a/2 എ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു √3a/2. അതാണ് √3a²/4 എന്ന് വന്നത്, ഈക്വൽ ടു സ്മോൾ ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ. ഇവിടെ പെരിമീറ്റർ എത്രയാണ്, എ ആണ്. പെരിമീറ്റർ ഈക്വൽ ടു 3a അല്ലേ. സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 3a/2. 4ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. എയും ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് വരും, 3യും √3യും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ √3 വരും. എ ഈസ് ഈക്വൽ ടു 2r√3 എന്ന് വരും. അതായത് r ഈസ് ഈക്വൽ ടു a/2√3 എന്ന് വരും. r ഈസ് ഈക്വൽ ടു a/2√3 എന്ന് വരും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങൾ കൺസെപ്ച്വലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വെച്ച് ഞാനത് പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പോടും. ഇൻ റേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇൻ റേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പം നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരച്ചു. അതൊരു പോയിന്റ് കൂട്ടിമുട്ടി അവിടെ നമ്മൾ ഇതെടുത്ത് വരച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, സർക്കിൾ അത്ര വൃത്തിയില്ല, എന്നാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു ഇൻ റേഡിയസ്, ഈ സൈഡ് നമുക്ക് എ എന്ന് കൊടുക്കാം, ഈ സൈഡ് നമുക്ക് ബി എന്ന് കൊടുക്കാം, ഈ സൈഡ് നമുക്ക് സി എന്ന് കൊടുക്കാം. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഒരു ഇൻ റേഡിയസ്, ഒരു സർക്കിൾ ഉണ്ടാവും, ഇൻ സർക്കിൾ ഉണ്ടാവും, അതിനൊരു ഇൻ റേഡിയസ് ഉണ്ടാവും അല്ലേ. ഈ ഇൻ റേഡിയസിന് അവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് ഡ്രോപ്പ് ചെയ്തു, സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഇതെന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ സ്മോൾ ആർ ആയിരിക്കും, ഇൻ റേഡിയസ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ വന്ന് മുട്ടും. ഇതും എന്തായിരിക്കും, സ്മോൾ ആർ ആയിരിക്കും അല്ലേ. ഇത് ടാൻജന്റും റേഡിയസും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ ഈ ഒരു സാധനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും 90 ഡിഗ്രി ആവൂലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും 90 ഡിഗ്രി ആവും. അതുപോലെ തന്നെ ഇതും r ആയതുകൊണ്ട് സ്ക്വയർ ആവും. സോ ഇതെന്തായിട്ട് മാറി, ഒരു സ്ക്വയർ ആയിട്ട് മാറി, സിമെട്രിക്കലി ഒരു സ്ക്വയർ ആയിട്ട് മാറിയില്ലേ. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു കാര്യം സർക്കിൾ പഠിപ്പിക്കുമ്പോൾ പറയേണ്ടതാണ്, പക്ഷെ നിങ്ങളോട് ഞാൻ ഇപ്പോഴേ പറയാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് നമ്മൾ 2 ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പി, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലോട്ട് 2 ടാൻജൻറ്റ് വരച്ചു, പി എയും പി ബിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. ഓക്കെ, പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും.
ഓൾവേസ് പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. അതെന്താണെന്നൊക്കെ ഞാൻ സർക്കിൾ വരുമ്പോൾ പറയും. അപ്പം നമ്മൾ ഈ ഒരു സാധനം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. കാരണം ഇതിനകത്ത് ഇത്രയും ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണല്ലേ, നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ മൈനസ് ആർ അല്ലേ, കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് എ, ഈ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ എ മൈനസ് ആർ ആയിരിക്കും. സിമിലർലി ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഈ ഡിസ്റ്റൻസ് ബി മൈനസ് ആർ അല്ലേ, ഈ ഡിസ്റ്റൻസ് ബി മൈനസ് ആർ ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കിളിനകത്ത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജന്റ് വരച്ചാലും ഇങ്ങോട്ടൊരു ടാൻജന്റ് വരച്ചാലും എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് എ മൈനസ് ആർ ആണെങ്കിൽ ഇതും എ മൈനസ് ആർ അല്ലേ, അല്ലേ, എ മൈനസ് ആർ. അതേപോലെ തന്നെ ഈ സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജന്റ് വരച്ചാലും ഇങ്ങോട്ടൊരു ടാൻജന്റ് വരച്ചാലും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ബി മൈനസ് ആർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും ബി മൈനസ് ആർ ആയിരിക്കും, അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? എ മൈനസ് ആർ പ്ലസ് ബി മൈനസ് ആർ ഈക്വൽ ടു സി അല്ലേ. എ മൈനസ് ആർ പ്ലസ് ബി മൈനസ് ആർ ഈക്വൽ ടു സി. അതായത് ആർ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്ത് വരും? എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 2r എന്ന് വരും. Therefore r is equal to a plus b minus c divided by 2. This is how to we find out the inradius of a right angle triangle. Right angle triangle ന്റെ inradius കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുലയാണ് സ്മോൾ r equal to a plus b minus c by 2. a plus b minus c by 2. ഓക്കെ, അതെങ്ങനെ വന്നതെന്നാണ് ഞാൻ ഡെറിവേഷനകത്ത് പറഞ്ഞത്. എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനും ഇത് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു 3-4-5 ട്രയാങ്കിൾ, ഒരു 3-4-5 സെൻറ്റിമീറ്റർ ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? സ്മോൾ ആർ ഈക്വൽ ടു 3 + 4 7 - 5 2/2 ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അതായത് 3-4-5 ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസ് എത്ര ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം 3-4-5 ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വെക്കട്ടെ. നിങ്ങളോട് ചോദിക്കുന്നത് എത്രയായിരിക്കും? 27 36 45 27 36 45 ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇൻറേഡിയസ് ചോദിച്ചു കഴിഞ്ഞാൽ 27 36 45 ഏതാണ് കോമൺ? 9 ആണ് കോമൺ അല്ലേ. 9 ആണ് കോമൺ എങ്കിൽ 9 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3-4-5 ആയില്ലേ. 3-4-5 ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസ് നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര ആയിരിക്കും? ഇൻറ്റു 9. ഓക്കെ, 9 സെൻറ്റിമീറ്റർ. അപ്പം ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കുന്ന നോർത്ത് ഇന്ത്യൻ പിള്ളേരുകളുണ്ട്. അപ്പം നിങ്ങളിത് പഠിക്കണം. സോ ഇൻറേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈക്വൽ ടു സ്മോൾ ആർ ഈക്വൽ ടു a + b - c/2. ഇതൊക്കെ വേറെ രീതിയിലും പ്രൂവ് ചെയ്യാം. എനിക്ക് ഇതാണ് എളുപ്പം തോന്നി, സോ ഞാൻ ഇങ്ങനെ ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC. ഇവിടെ നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഇവിടെ നിന്ന് നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചു, ഇവിടെ നിന്ന് നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഇതായി. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് D, ഇത് E, ഇത് F. ഇതെന്താണ്? ഇൻ സെൻറ്റർ. കാരണം എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണല്ലേ. ആംഗിൾ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇൻ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ A, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് A, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് B, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AI by ID ഈക്വൽ ടു AI by ID. AI by ID. ഈ AI by ID യുടെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B + C ഡിവൈഡഡ് ബൈ A ആയിരിക്കും. ഓക്കെ, B + C ഡിവൈഡഡ് ബൈ A ആയിരിക്കും. അതായത് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് ഡിവൈഡഡ് ബൈ Aയുടെ അതേ റേഷ്യോ ആയിരിക്കും. അതേപോലെ തന്നെ ബാക്കി എല്ലാം ഫോളോ ചെയ്യും. അതായത് വേണമെങ്കിൽ BI by IE എഴുതാം. BI by IE. BI by IE ഈക്വൽ ടു എന്ത് വരും? A + C by B. A + C by B. A + C by B. ഓക്കെ,
എ പ്ലസ് സി ബൈ ബി. ഇനി ഇതെങ്ങനെ വന്നതെന്ന് നോക്കാം. അതായത് ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ എ ഡി എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണല്ലേ. അപ്പം ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ തിയറം എന്താ പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? ആംഗിൾ ബൈസെക്ടർ തിയറം ഓർമ്മയില്ലെങ്കിൽ ഇപ്പം തന്നെ ക്ലാസ് ബാക്കിലോട്ട് പോവുക. എൻ്റെ ക്ലാസ്സിനകത്ത് ആംഗിൾ ബൈസെക്ടർ തിയറം കിടപ്പുണ്ട്. ആംഗിൾ ബൈസെക്ടർ തിയറം എന്താണ് പറയുന്നത്? ആംഗിൾ ബൈസെക്ടർ തിയറം പറയുന്നത് എ ഐ അല്ലെങ്കിൽ എ ബി ബൈ എ സിയുടെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും ബി ഡി ബൈ സി ഡി അല്ലേ. ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ടുണ്ടെങ്കിൽ എ ബി ബൈ എ സിയുടെ അതേ സൈഡ് തന്നെയായിരിക്കും ബി ഡി ഈസ് ടു സി ഡി. അങ്ങനെയാണെങ്കിൽ ഇതേ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത് സിയും ഇത് ബിയും ആണെങ്കിൽ ഈ ടോട്ടൽ എ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സി ഈസ് ടു ബി ആണല്ലേ. സി ഈസ് ടു ബിയിലാണ് എ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് വെച്ചൊക്കെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബി ഡി എന്തായിരിക്കും? ബി ഡി ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എന്താണ്? എ ആണല്ലേ. ഡിവൈഡഡ് ബൈ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? സി ഈസ് ടു ബി ആണെങ്കിൽ ടോട്ടൽ പാർട്ട് എത്രയാണ്? സി പ്ലസ് ബി. ഇനി നമുക്ക് വേണ്ടുന്ന പാർട്ട് എന്താണ്? സി. അപ്പൊ ബി ഡി ഈക്വൽ ടു എ സി ബൈ സി പ്ലസ് ബി എന്ന് വന്നു അല്ലേ. ബി ഡി ഈക്വൽ ടു എന്ത് വന്നു? ബി ഡി ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി എന്ന് വന്നു. ഓക്കെ, എ സി ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി എന്ന് വന്നു. ഇനി എഗെയിൻ ഈ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണല്ലേ. എഗെയിൻ ആംഗിൾ ബൈസെക്ടർ തിയറം വരില്ലേ. എഗെയിൻ ആംഗിൾ ബൈസെക്ടർ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ ബിയുടെയും ബി ഡിയുടെയും അതേ റേഷ്യോയിൽ തന്നെയാണ് എന്തിനെ ഡിവൈഡ് ചെയ്യുന്നത്? എ ഐയെയും ഐ ഡിയെയും അല്ലേ. ഇപ്പൊ പറഞ്ഞ അതേ സാധനം തന്നെ ആംഗിൾ ബൈസെക്ടർ തിയറം. അപ്പം എ ഐ ബൈ ഐ ഡിയുടെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും എ ബിയുടെയും ബി ഡിയുടെയും. അപ്പം എ ഐ ബൈ ഐ ഡി നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതാം നമുക്ക്? എ ഐ ബൈ ഐ ഡി ഈക്വൽ ടു എ ബി ബൈ ബി ഡിയുടെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും എ ബി ബൈ ബി ഡിയുടെ അതേ റേഷ്യോ. എ ബി എന്തായിരുന്നു? സി അല്ലേ. ബി ഡി എന്താണ് നമുക്ക് കിട്ടിയത്? എ സി ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി. സിയും സിയും ക്യാൻസലായി, ബി പ്ലസ് സി മേളിലോട്ട് പോവും. സോ ബി പ്ലസ് സി ബൈ എ എന്ന് വരും. സോ ഹെൻസ് പ്രൂവ്ഡ് എ ഐ ബൈ ഐ ഡി ഈക്വൽ ടു ബി പ്ലസ് സി ബൈ എ. സിമിലർലി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഐ ബൈ ഐ ഈക്വൽ ടു എ പ്ലസ് സി ബൈ ബി എന്ന് വരും. അതുപോലെ തന്നെ സി ഐ ബൈ ഐ എഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സി ഐ ബൈ ഐ എഫ് ഈക്വൽ ടു ബി പ്ലസ് എ ബൈ സി എന്ന് വരും. ബി പ്ലസ് എ ബൈ സി എന്ന് വരും. ആക്ച്വലി ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ആവശ്യമില്ല, മാസ് പോയിന്റ് ജോമെട്രി വെച്ച് ചെയ്യാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു റിസൾട്ടാണ്. ഓക്കെ, എ ഐ ബൈ ഐ ഡി ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് സി ബൈ എ ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു റിസൾട്ട് കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ തരും. ആ ട്രയാങ്കിളിന് ഒരു ഇൻസർക്കിൾ ഉണ്ട്, എ ബി സി. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ് പി ക്യു ആർ. ഓക്കെ, ഇനി എ ആർ തരും എക്സ്, ബി പി തരും വൈ, സി ക്യു തരും ഇസഡ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഹെറോൺസ് ഫോർമുല വെച്ച് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഈ ഒരു റിസൾട്ടോടെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റ് സെയിം അല്ലേ. അപ്പം ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഇത് വൈ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? വൈ ആയിരിക്കും. ഇത് ഇസഡ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇസഡ് ആയിരിക്കും. അപ്പം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബൈ ഹെറോൺസ് ഫോർമുല, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ. ഇതിനകത്ത് എസ് ഈക്വൽ ടു എന്ത് വരും? എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. അപ്പം എന്ത് വന്നു? എക്സ് പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 2z. 2 ഇങ്ങ് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. 2ഉം 2ഉം ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, ഇനി ഏരിയ ഈക്വൽ ടു അപ്പം എന്ത് വരും?
ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എസ് മൈനസ് എ അല്ലെ എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ എന്ത് വരും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിൽ നിന്ന് എ കുറയ്ക്കുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സൈഡ് അല്ലേ, ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും എക്സ് വൈ ഇസഡ് എന്ന് വരും. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു എന്ത് വന്നു റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് വൈ ഇസഡ്. പഠിച്ചു വെക്കണം കേട്ടോ. ഏരിയ ഈക്വൽ ടു എന്ത് വന്നു റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് വൈ ഇസഡ്. ഇനി സ്മോൾ ആർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സ്മോൾ ആർ ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞ ഫോർമുല ഏരിയ ബൈ എസ് ആണല്ലേ. ഏരിയ നമുക്കറിയാം എന്താണ് റൂട്ട് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ് എസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പൊ ഇതൂടെ കട്ട് ചെയ്ത് കഴിയുമ്പം സ്മോൾ ആർ ഈക്വൽ ടു എന്ത് വരും സ്മോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, ഇതാണ് സ്മോൾ ആർ. സ്മോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൈ ഇസഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. സ്മോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൈ ഇസഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ തിയറി നമ്മൾ പറഞ്ഞത് സർക്കം റേഡിയസ് യൂണിൻ റേഡിയസിനെ കുറിച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, in triangle PQR, I is the incenter of triangle. If angle QIR equal to 107 degree, then what is the measure of angle P? First question തന്നെ നമ്മുടെ മറ്റേ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. PQR എന്ന് പറയുന്ന ട്രയാങ്കിളിന് I എന്ന് പറയുന്ന ഒരു ഇൻസെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? I is the incenter of the triangle. Then if angle QIR തന്നിട്ടുണ്ട് 107 ഡിഗ്രി. if angle QIR equal to 107 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ P ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് റിസൾട്ട് 90 പ്ലസ് തീറ്റ ബൈ 2 ആയിരിക്കും. 90 പ്ലസ് തീറ്റ ബൈ 2 ആണ് തന്നിരിക്കുന്നത് എന്ത് 107. സോ 90 17 theta equal to 34 degree. theta equal to 34 degree. 2 സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2-3 സെക്കൻഡിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്തൊരു ഇൻസെൻറ്റർ വരച്ചു കഴിഞ്ഞാൽ അതെന്താണ് ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും അല്ലേ? അപ്പം ഇതിന് ഞാൻ D എന്ന് പേര് കൊടുത്തു. ഇതിലെവിടെയെങ്കിലും ഒരു ഇൻസെൻറ്റർ കാണും, അപ്പോൾ ഇത് ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ കൂടെ വരച്ചു. അതിന് ഞാൻ E എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ DAE ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആംഗിൾ DAE ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഓഫ് ആംഗിൾ B മൈനസ് ആംഗിൾ C. ഓർമ്മയുണ്ടോ? നോക്കിയാൽ നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. ഇത് 90 ഡിഗ്രി ആണല്ലേ? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഞാൻ നോക്കുന്നത്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് ആംഗിൾ B ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 90 മൈനസ് B ആയിരിക്കും അല്ലേ? 90 മൈനസ് B ആയിരിക്കും. നമുക്ക് വേണ്ടത് ആംഗിൾ DAE ആണ്. ആംഗിൾ DAE ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ BAD.
ആംഗിൾ ബി എ ഡിയിൽ നിന്നും ആംഗിൾ ബി എ ഇ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡി എ ഇ കിട്ടും അല്ലേ. ഡി എ ഇ എന്ന് പറയുന്ന ആംഗിൾ ബി എ ഡിയിൽ നിന്നും ബി എ ഇ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ ബി എ ഡി കണ്ടുപിടിക്കണം. ബി എ ഡി എന്ന് പറയുമ്പോൾ എ ഡി എന്തായിരുന്നു? ഇൻസെൻറ്റർ ആയിരുന്നു അല്ലേ. എ ഡി ഇൻസെൻറ്റർ ആയിരുന്നെങ്കിൽ അതെന്തായിരിക്കും? ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ആംഗിൾ ബി എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ A/2 എയുടെ പകുതി എന്ന് പറഞ്ഞൂടെ, എയുടെ പകുതി എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ ഈ ആംഗിൾ നമ്മളിപ്പോൾ പറഞ്ഞു ബി എ ഡി ഈക്വൾ ടു നമ്മൾ എന്ത് പറഞ്ഞു? 90 മൈനസ് ഇ, 90 മൈനസ് ബി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൾ ടു 180 ഡിഗ്രി ആണെങ്കിൽ A/2 പ്ലസ് B/2 പ്ലസ് C/2 എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ. അപ്പം എന്ത് വരും? A/2 മൈനസ് A/2 മൈനസ് B/2 മൈനസ് C/2 മൈനസ് ബി എന്ന് വരും. A/2 ക്യാൻസലായി പോവും. ബിയിൽ നിന്ന് മൈനസ് B/2 അല്ലേ, മൈനസ് ആണ് വരുന്നത്. അപ്പം ബി മൈനസ് വരും. A/2 മൈനസ് 90 മൈനസ് ബി ആണ്. അപ്പം ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ബി മൈനസ് B/2 എന്ന് പറയുമ്പോൾ B/2. സോ ലാസ്റ്റ് ആൻസർ ആംഗിൾ ഡി എ ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി എന്ന് വരും. ഇവിടുന്ന് ബിയിൽ നിന്ന് B/2 കുറഞ്ഞാൽ B/2, B/2 മൈനസ് C/2 എന്നാണ് വരുന്നത്. ആ 2 ഇങ്ങ് കോമൺ എടുത്ത് 1/2 ഹാഫ് ഓഫ് ആംഗിൾ ബി മൈനസ് സി. അപ്പോൾ ആംഗിൾ ഡി എ ഈക്വൽ ടു എന്തെഴുതാം? ഹാഫ് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി. ഓക്കെ, കാണാതെ പഠിച്ച് വെക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഡി എ ഇ ഈക്വൽ ടു ഹാഫ് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി. ഇത് ഞാൻ ലൈൻസ് ആൻഡ് ആംഗിൾസ് പറഞ്ഞതാണ് അല്ലേ. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇൻ ദ ഗിവൺ ഫിഗർ ഇ എ ഡി ഈക്വൽ ടു 12 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എ സി ബി ഈക്വൽ ടു 65 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എ സി ബി ഈക്വൽ ടു 65 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ എ ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്നെന്താണ്? ഇൻസെൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. കാരണം ഇൻസെൻറ്റർ ആയതുകൊണ്ടാണ് ഐ കൊടുത്തിട്ടുണ്ട്, ഇൻസെൻറ്റർ ആണ്. അപ്പോൾ ഇതെന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ്. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലറും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെയിം കണ്ടീഷൻ തന്നെ ആംഗിൾ ഡി എ ഇ ഈക്വൽ ടു എന്ത് വരും? ഒന്നുകിൽ ഹാഫ് ഓഫ് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി ആയിരിക്കും, അല്ലെ ഹാഫ് ഓഫ് ആംഗിൾ സി മൈനസ് ആംഗിൾ ബി ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ഹാഫ് ഓഫ് ആംഗിൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 മൈനസ് എക്സ്. ഇതിന് 12 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും? 12. 24 ഈക്വൽ ടു 65 മൈനസ് എക്സ് എന്ന് വരും. എക്സ് ഈക്വൽ ടു 41 ഡിഗ്രി എന്ന് വരും. എക്സ് ഈക്വൽ ടു 41 ഡിഗ്രി എന്ന് വരും. ഓക്കെ, എക്സ് ഈക്വൽ ടു 41 ഡിഗ്രി എന്ന് വരും. അടുത്ത ഓക്കെ, ഇത് ചെയ്തോ. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ. ഇൻ റേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. സ്മോൾ ആർ ഈക്വൽ ടു എത്ര? 6 സെൻറ്റിമീറ്റർ. ദെൻ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പെരിമീറ്റർ അല്ലേ. സെമി പെരിമീറ്റർ ആകുമ്പോൾ ഇപ്പോൾ എന്ത് വരും? എസ് ഈക്വൽ ടു 25 അല്ലേ. സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ. അപ്പോൾ സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 25. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. സിമ്പിൾ ഇക്വേഷൻ. സ്മോൾ ആർ ഇൻറ്റു എസ് 6 ഇൻറ്റു 25 ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെ ചോദിക്കുമോ സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കും. പ്രിലിംസിന് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ കേട്ടോ. ഏരിയ ഈക്വൽ ടു സ്മോൾ ആർ ഇൻറ്റു എസ് ഈക്വൽ ടു 150 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ഒരു പ്രോപ്പർട്ടിയോടെ നിങ്ങൾ എഴുതിക്കോ. അതായത് ഒരു ട്രയാങ്കിൾ, അതിന് പ്രത്യേകിച്ച് ഞാൻ ഡെറിവേഷൻ ഞാൻ എഴുതുന്നില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന് 3 ഹൈറ്റ്സ് ഉണ്ടെന്ന് വെക്കുക. അതായത് ഹൈറ്റുകൾ H1,
ഇവിടെ നിന്ന് ഞാനൊരു ഹൈറ്റ് വരച്ചു H2, ഇവിടെ നിന്ന് ഞാനൊരു ഹൈറ്റ് വരച്ചു H3. ഇത് ഹൈറ്റ് 3ഉം കൂട്ടിമുട്ടുന്ന പോയിന്റൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. പക്ഷെ അതൊന്നും വേണ്ട. ഇപ്പം 3 ഹൈറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻറേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ഫോമുലയുണ്ട്. 1/r = 1/h1 + 1/h2 + 1/h3. ഓക്കെ, 1/r = 1/h1 + 1/h2 + 1/h3. ഏത് ട്രയാങ്കിൾ ആണെങ്കിലും 3 ഹൈറ്റ്സിൻ്റെ ലെങ്ത് വന്നിട്ടുണ്ടെങ്കിൽ 1/r, അതായത് ഇൻറേഡിയസ് കണ്ടുപിടിക്കാൻ 1/r = നമുക്ക് എന്തെഴുതാം, 1/h1 + 1/h2 + 1/h3. നിങ്ങൾ ഫോർമുല നിങ്ങളങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. ആവശ്യമുള്ള ഡെറിവേഷൻ ആണെങ്കിൽ ഞാൻ പറയും കേട്ടോ. Fourth question. In a triangle PQR, angle PQR = 90 degree. In a triangle PQR, angle PQR = 90 degree. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏതാണ് 90 ഡിഗ്രി? Q ആണ് 90 ഡിഗ്രി. PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. PQR = 90 ഡിഗ്രി. PQ = 10 സെൻറ്റിമീറ്റർ. PR = 26 സെൻറ്റിമീറ്റർ. അപ്പോൾ QR എത്രയായിരിക്കും? QR എത്രയായിരിക്കും? എത്രയാണ് ഇത്? കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5, 13. 5, 13 ആണ്. ഇവിടെ 12 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? 12 × 2 24 സെൻറ്റിമീറ്റർ. 5, 10, 26, 24 സെൻറ്റിമീറ്റർ അല്ലേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻറേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ? ഇവിടെ ഒരു ഇൻറേഡിയസ് ഉണ്ട് അല്ലേ. ഇൻറേഡിയസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറേഡിയസിൻ്റെ വാല്യൂ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസിൻ്റെ ഫോർമുല കണ്ടുപിടിക്കുന്നത്? A + B - C / 2 അല്ലേ. A + B - C/2. അപ്പോൾ 24 + 10 24 + 10 - 26 / 2. 34 ൽ നിന്ന് 6 പോയാൽ 8. 8/2 = 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ. ഇൻറേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ = 4 സെൻറ്റിമീറ്റർ. Okay, inradius of a triangle = 4 centimeter. അടുത്ത find the inradius of a triangle whose sides are 27, 36, 45. നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു അല്ലേ. ഓർമ്മയുണ്ടോ? 27 സെൻറ്റിമീറ്റർ, 36 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ. ഇതെന്താണ്? ഇത് ട്രിപ്ലറ്റ്സ് ആണ്. 27, 36, 45. 9 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3, 4, 5. ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 27, 36, 45 സൈഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്മോൾ ആർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്മോൾ ആർ = ഏരിയ / S. ഏരിയ കണ്ടുപിടിക്കാൻ അവൻ ഹെറോൺസ് ഫോർമുലയൊക്കെ ഇട്ട് ചെയ്യും. ഓക്കെ, ഹെറോൺസ് ഫോർമുല ഇട്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ സമയം വേസ്റ്റ് ആവുകയാണ്. അപ്പം 3, 4, 5. 3, 4, 5 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻറേഡിയസ് എത്ര ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്മോൾ ആർ ഇവിടെ 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 9 സെൻറ്റിമീറ്റർ. ഓക്കെ, 9 സെൻറ്റിമീറ്റർ ഈസ് ദ ആൻസർ. If the three altitudes of a triangle are 12 cm, 18 cm and 20 cm, find the inradius of a triangle. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോർമുല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തതാണ്. അതായത് സിമ്പിളാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്ത് ചെയ്താൽ മതി? 1/r = 1/h1 + 1/h2 + 1/h3. 3 ഹൈറ്റ്സ് തന്നിട്ടുണ്ട്. ഇൻറേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, കാൽക്കുലേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കേട്ടോ. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെക്റ്റാങ്കിളിനകത്ത് PQ = 11 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. PQ = 11 സെൻറ്റിമീറ്റർ. PS = 60 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB.
ഓക്കെ, നോക്കിക്കോ. എ ബി ഈക്വൽ ടു എങ്ങനെ വരും? എ ബി ഈക്വൽ ടു എവിടെ നിന്ന് കിട്ടും? എ ബി നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുമോ? ഇല്ല. എ ബി നമ്മൾ കണ്ടുപിടിക്കും. പി ബി മൈനസ് പി എ ചെയ്ത് കഴിഞ്ഞാൽ എ ബി കിട്ടില്ലേ? പി ബി മൈനസ് പി എ ചെയ്ത് കഴിഞ്ഞാൽ എ ബി കിട്ടില്ലേ? പി ബി മൈനസ് പി എ. ഇനി എന്തുകൊണ്ടാണ് പി ബി എന്ന് പി എ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന്? കാരണം പി ബി ഇവിടേക്ക് ഇങ്ങനെ കിടപ്പുണ്ടല്ലേ, ഇതൊക്കെ ടാൻജന്റ് എന്തുവാ, നമ്മുടെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് കിടക്കുന്ന ടാൻജന്റിന്റെ സം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എ ബി ഈക്വൽ ടു പി ബി മൈനസ് പി എ ആണല്ലേ, പി ബി മൈനസ് പി എ. ഇനി ഇത് രണ്ടും എന്താണ്? സിമിലർ സർക്കിൾസ് ആണല്ലേ, കാരണം ഒരേ സാധനമാണ്, ഒരേ ഡയഗണലാണ്, ഒരേ സെമി സർക്കിൾ റെക്ടാംഗിൾ ആയതുകൊണ്ട് എന്തായിരിക്കും? സെയിം സർക്കിൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഇൻസെന്റർ എങ്കിൽ ഞാൻ ഈ ഇൻസെന്ററിനെ അവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്തായിട്ട് മാറും? ഒരു സ്ക്വയർ ആയിട്ട് മാറും. ഇത് റേഡിയസ് ആവും, ഇത് റേഡിയസ് ആവും അല്ലേ. സിമിലർലി ഞാൻ ഇവിടെയും ഇതേപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആവും, ഇത് 90 ഡിഗ്രി ആവും, ഇത് 90 ആവും, ഇത് 90. ഇത് സ്മോൾ ആർ, ഇത് സ്മോൾ ആർ അല്ലേ, ഇത് സ്മോൾ ആർ, ഇത് സ്മോൾ ആർ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും സ്മോൾ ആർ ആയിരിക്കും, ഈ ഡിസ്റ്റൻസും സ്മോൾ ആർ ആയിരിക്കും, കാരണം സ്ക്വയർ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന എക്സ്റ്റേണൽ ടാൻജന്റ് ആണല്ലേ. അപ്പോൾ പി ബിയുടെ സെയിം ലെങ്ത് തന്നെ ആയിരിക്കില്ലേ. ഞാൻ ഇവിടെ ഒരു പോയിന്റിന് ജസ്റ്റ് ഞാൻ ഡി എന്ന് കൊടുക്കുന്നു, ഇവിടെ ഒരു ജസ്റ്റ് പോയിന്റിന് ഞാൻ ഇ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പി ബിയുടെ അതേ ലെങ്ത് തന്നെ അല്ലേ പി ഡി. കാരണം എന്താണ്? എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ സിമിലർ ലെങ്ത് ആയിരിക്കും അല്ലേ. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് പി ഡിയും പി ബി, പി ഡിയും പി ബിയും എന്താണ്? ഈക്വൽ ലെങ്ത് ആയിരിക്കും അല്ലേ. പി ഡി ഈക്വൽ ടു പി ബി. ഇനി പി ഡി ഈക്വൽ ടു എന്ത് വരും? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണെങ്കിൽ 60 മൈനസ് 6 എന്ന് വരില്ലേ? 60 മൈനസ് 6 എന്ന് വരില്ലേ അല്ലേ. സ്മോൾ ആർ ഈക്വൽ ടു ഇൻ റേഡിയസ് ഞാൻ ജസ്റ്റ് 6 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 60 മൈനസ് 6 എന്ന് വരും. അതേപോലെ തന്നെ നമ്മളിവിടെ പി എ പറയുകയാണെങ്കിൽ ഇതേ പി എയുടെ ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പി ഇ അല്ലേ, ഇതേ ലെങ്ത് തന്നെയായിരിക്കും പി ഇ. അതുപോലെ തന്നെ ഇത് ടോട്ടൽ 11 ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ പി ഈക്വൽ ടു എന്തായിരിക്കും? 11 മൈനസ് 6 ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് പി എയും കിട്ടി, പി ബിയും കിട്ടി. പി എ എന്തായിരുന്നു? പി എ ഈക്വൽ ടു എന്തായിരുന്നു? പി ഇക്ക് സമമായിരുന്നു അല്ലേ, 11 മൈനസ് ആർ. മറ്റേത് 60 മൈനസ് ആർ. അപ്പം നമുക്ക് പി ബിയും പി എയും കിട്ടി, പി ബിയും പി എയും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം കഴിഞ്ഞു. 60 മൈനസ് ആർ മൈനസ് 11 മൈനസ് ആർ. സോ ഈ മൈനസ് മൈനസ് അകത്തോട്ട് കയറി 60 മൈനസ് 11 ഈക്വൽ ടു 49 സെൻറ്റിമീറ്റർ. മൈനസ് ആർ ക്യാൻസൽ ആയി പോയി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനകത്ത് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. പി ക്യു ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ, ക്യു ആർ ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ. രണ്ട് സൈഡും തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡയറക്റ്റ് നമുക്ക് എന്തെഴുതാം? 60 മൈനസ് 11 ഈക്വൽ ടു 49 സെൻറ്റിമീറ്റർ. ഓക്കെ, 49 സെൻറ്റിമീറ്റർ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, എ സി ഈക്വൽ ടു 11 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, ബി സി ഈക്വൽ ടു 5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ എ പി ക്യൂവിൻ്റെ ഏരിയ ആണ്. ഓക്കെ, എ പി ക്യൂ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ ഈക്വൽ ടു, ഡയറക്റ്റ് നമുക്കൊരു ഫോർമുല ഉണ്ട്. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ ഈക്വൽ ടു 11 പ്ലസ് 8 മൈനസ് 5 ചെയ്താൽ മതി. 11 പ്ലസ് 8 മൈനസ് 5 ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. ഓക്കെ, എ ബി പ്ലസ് എ സി മൈനസ് ബി സി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ കിട്ടും. ഇനി അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ആ രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ ഈ ലെങ്ത്തിന് ജസ്റ്റ് ഞാൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്തും എക്സ് തന്നെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ പോയിന്റ് ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജൻറ്റ് വൈ വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? വൈ തന്നെ ആയിരിക്കും അല്ലേ.
അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസിന് ഞാൻ ജസ്റ്റ് ഇസഡ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? ഇസഡ് തന്നെ ആയിരിക്കും. ഇതിന് ഞാൻ ജസ്റ്റ് എ എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും എ തന്നെ ആയിരിക്കും അല്ലേ. ഇനി ട്രയാങ്കിൾ എ പി ക്യൂവിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പം എ പി പ്ലസ് എ ക്യൂ പ്ലസ് പി ക്യൂ അല്ലേ. എ പി പ്ലസ് എ ക്യൂ പ്ലസ് അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എ ബി ആണ് തന്നിരിക്കുന്നത്, പിന്നെ എ സി ആണ് തന്നിരിക്കുന്നത്. അതായത് എ ബിയിൽ നിന്നും എ സിയിൽ നിന്നും നമുക്ക് പി ബിയും ക്യൂ സിയും കുറയ്ക്കണം അല്ലേ. എ ബിയിൽ നിന്നും എ സിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? പി ബിയും ക്യൂ സിയും കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പി ക്യൂ ആഡ് ചെയ്യണം. അതാണ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ ഈക്വൽ ടു എന്ത് വരും? എ പി പ്ലസ് എ ക്യൂ പ്ലസ് പി ക്യൂ എന്ന് വരും അല്ലേ. എ പി പ്ലസ് എ ക്യൂ പ്ലസ് പി ക്യൂ എന്ന് വരും. ഇനി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എ ബിയിൽ നിന്ന് എക്സ് പ്ലസ് ഇസഡ് കുറയ്ക്കുന്നതല്ലേ. എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എ ബിയിൽ നിന്ന് എക്സ് പ്ലസ് ഇസഡ് കുറയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എ ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് ഇസഡ് കുറയ്ക്കണം. അതുപോലെ തന്നെ എ ക്യൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ സിയിൽ നിന്ന് വൈ പ്ലസ് എ കുറയ്ക്കണം അല്ലേ. എ സിയിൽ നിന്ന് വൈ പ്ലസ് എ കുറയ്ക്കണം. ഇനി നമുക്ക് എന്ത് വേണം? പി ക്യൂ വേണം. പി ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പി ക്യൂ എന്ന് പറയുമ്പോൾ പി ക്യൂ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഈ മൂന്ന് സാധനം കൂടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ മൂന്ന് സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എ ബി മൈനസ് എക്സ് പ്ലസ് ഇസഡ് പ്ലസ് എ സി മൈനസ് വൈ പ്ലസ് എ പ്ലസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഈ എക്സും ഈ വൈയും ഈ എക്സും ഈ വൈയും ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പം എ ബി പ്ലസ് എ സി മൈനസ് ഓഫ് എന്ത് വരും? മൈനസ് ഓഫ് എക്സും വൈയും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു? എ പ്ലസ് ഇസഡ് എന്ന് വരും. മൈനസ് ഓഫ് എ പ്ലസ് ഇസഡ് എന്ന് വരും. എ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി സി ആണ് എ പ്ലസ് ഇസഡ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എ ബി പ്ലസ് എ സി മൈനസ് എ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ 8 പ്ലസ് 11 മൈനസ് 5 ഈക്വൽ ടു 14 ഡയറക്റ്റ് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങളിത് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് ഇതിനി എക്സാമുകൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഇതേ പാറ്റേൺ ഉറപ്പായിട്ടും വരും, റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, മനസ്സിലായിരുന്നോ? എ ബി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ട്രയാങ്കിൾ എ പി ക്യൂവിൻ്റെ ഏരിയ പെരിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എ പി ക്യൂ. അതിന് നമുക്ക് എ പി വേണം. എ പി ഈക്വൽ ടു എന്താണ്? എ ബിയിൽ നിന്ന് എക്സ് പ്ലസ് ഇസഡ് കുറയ്ക്കുന്നത്. എ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സിയിൽ നിന്ന് വൈ പ്ലസ് എ കുറയ്ക്കുന്നത്. പി ക്യൂ ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് എ. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് എ ബി പ്ലസ് എ സി. എക്സ് പ്ലസ് വൈയും ക്യാൻസൽ ആയി പോയി. മൈനസ് ഓഫ് എ പ്ലസ് ഇസഡ് എന്ന് വരും. മൈനസ് ഓഫ് എ പ്ലസ് ഇസഡ്, എ പ്ലസ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇതെന്തായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, ദെൻ ആംഗിൾ എ സി ബി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഫിഗർ കുറച്ചുകൂടെ വലുതാക്കാം അല്ലേ. ഓക്കെ, എ സി ബി ഈക്വൽ ടു 60 ഡിഗ്രി. എ സി ബി 60 ഡിഗ്രി എന്നുണ്ട്. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സ്മാളർ സർക്കിൾ ഈസ് 2 സെൻറ്റിമീറ്റർ. ഈ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ. റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി
ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമിലാരിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സിമിലാരിറ്റി കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി സിമിലാരിറ്റി കാണാൻ. ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ പോകും അല്ലേ. അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടറിൽ കൂടെ ആയിരിക്കും പോകുന്നത്. കാരണം എന്താണ്, ഇതാണ് ഇൻസെൻറ്റർ. കാരണം ഈ സർക്കിളിൻ്റെ ഇൻസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇൻസെൻറ്ററിൽ നിന്ന് ഞാൻ വെർട്ടെക്സിലോട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേ പറ്റുള്ളൂ, ഇതാണ് സർക്കിളിൻ്റെ ഇൻസെൻറ്റർ. 3 സൈഡിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ ഇതല്ലേ, 3 സൈഡിനെ സർക്കിൾ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇൻസെൻറ്റർ. ഇൻസെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഞാൻ വെർട്ടെക്സിലേക്ക് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആംഗിളിനെ ബൈസെക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. സിമിലർലി ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ദെയർഫോർ 2 ട്രയാങ്കിൾസ് നമുക്ക് സിമിലർ ആയിട്ട് കിട്ടി. ഇവിടെ ഒരു 30 60 90യും ഈ ഒരു 60 30 90 ട്രയാങ്കിളും എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, ആദ്യം ഈ കൊച്ചു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ 30യുടെ ഓപ്പോസിറ്റ് എന്താണ്, 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 4 സെൻറ്റിമീറ്റർ അല്ലേ. 30യുടെ ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് അതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ്, റേഡിയസ് ആണ് 2 സെൻറ്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് എന്താണ്, ക്യാപിറ്റൽ ആർ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 30യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്, ക്യാപിറ്റൽ ആർ അല്ലേ. അങ്ങനെയാണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇത്രയും വലിയ സൈഡ് എന്തായിരിക്കും, 2r അല്ലേ. അതായത് ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ 30യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്തായിരിക്കും, ഈ വലിയ ഹൈപ്പോട്ടിന്യൂസ് 2r ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു 2r ഈക്വൽ ടു, നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, 2r ഈക്വൽ ടു ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ്, 4 സെൻറ്റിമീറ്റർ. ഇവിടെ മുതൽ ഇവിടം വരെ 2 സെൻറ്റിമീറ്റർ. ഇവിടെ മുതൽ ഇവിടം വരെ 6 അല്ലേ. 4 + 2 + ക്യാപിറ്റൽ ആർ. ഒരു ആറും ക്യാൻസൽ ആയി പോവും. സോ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എത്ര വരും, 6 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ എത്ര വരും, 6 സെൻറ്റിമീറ്റർ. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതൊക്കെ നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എത്ര വരും, 6 സെൻറ്റിമീറ്റർ. ക്യാപിറ്റൽ ആർ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒമ്പത് വരെ ചെയ്തല്ലേ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ചെയ്യാം. ട്രയാങ്കിൾ ABC ഈസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ കേസ് വരും പഠിക്കാം, ചെയ്യാം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ABC, AB equal to 13 cm, BC equal to 14 cm and CA equal to 15 cm. I is the point equidistant from 3 vertices A, B and C respectively. Find the area of triangle BIC ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ചെയ്യാം, നോക്കാം. ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. എന്താണ്, AB 13 cm, BC equal to 14 cm and AC equal to 15 cm. Okay, I is the point equidistant from 3 vertices A, B and C. I is the point equidistant from all 3 vertices അല്ല കേട്ടോ, 3 sides ആണ്. 3 sides ആണ്. കാരണം 3 vertices ആണെങ്കിൽ ആ പോയിന്റ് എന്തായി പോവും, ആ പോയിന്റ് സർക്കം സെൻറ്റർ ആയി പോകും കേട്ടോ. നമുക്ക് ആക്ച്വലി വേണ്ടത് ഇൻസെൻറ്റർ അല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ഇൻസെൻറ്റർ എന്ന് പറയുന്ന പോയിന്റ് ആണ്, I എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ഓൾ വെർട്ടിസസ് ഓൾ സൈഡ്സ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ BIC ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജോയിൻ ചെയ്യാം അല്ലേ. BIC നമുക്കിങ്ങനെ ജോയിൻ ചെയ്യാം. അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഈ സൈഡിലോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ കിട്ടും, നമുക്കൊരു ഹൈറ്റ് കിട്ടും അല്ലേ. ഈ ഹൈറ്റ് കിട്ടുമല്ലോ, BIC.
ഏരിയ ഓഫ് ട്രയാങ്കിൾ BIC ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ BIC കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സൈഡ് അറിയാം, ബേസ്. നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? BICയുടെ ഏരിയ കണ്ടുപിടിക്കാം. ആക്ച്വലി എന്താണ് ഈ ഹൈറ്റ്? ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഇവിടെ ഒരു സർക്കിൾ വരുവാണെങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇൻ റേഡിയസ് ഓഫ് ദിസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈറ്റ് കിട്ടും, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ ഏതൊരു ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇൻ റേഡിയസ് ഈക്വൽ ടു ഏരിയ ബൈ സെമി പെരിമീറ്റർ. ഏരിയ ബൈ സെമി പെരിമീറ്റർ. അപ്പം ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? 13, 14, 15 സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 13, 14, 15 സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിച്ച് വെച്ചേക്കുക. 84 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും കേട്ടോ. 84 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കാണാതെ പറയണം, അതുപോലെ ഒരു രീതിയിൽ നിങ്ങൾ വരണം. ഓക്കെ, 84 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. S ഈക്വൽ ടു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എറൗണ്ട് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. S എന്ത് വരും? 13 plus 14 plus 15 by 2. 13 plus 14 plus 15 by 2. 30, 35, 33, 42, 21 അല്ലേ? 21. അപ്പോൾ ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് 21 ഇൻറ്റു 21 മൈനസ് 13 8, 21 മൈനസ് 14 7, 21 മൈനസ് 15 6. അപ്പോൾ എന്ത് വന്നു? റൂട്ട് ഓഫ് 3 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു 7 ഒരു 3 ഇൻറ്റു 2 അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ പുറത്ത് വരും? ഒരു 3 വരും, ഒരു 7 വരും, 4 എന്ന് പറയുമ്പോൾ ഒരു 2 വരും, ഒരു 2 വരും. 3, 7, 21, 21 ഇൻറ്റു 4 84. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. 84 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. സോ സ്മോൾ ആർ ഈക്വൽ ടു എന്ത് വരും? സ്മോൾ ആർ ഈക്വൽ ടു ഏരിയ എന്ന് പറയുമ്പോൾ 84 ഡിവൈഡഡ് ബൈ എസ് എന്തായിരുന്നു? 21. 21 എന്ന് പറയുമ്പോൾ 84 ഡിവൈഡഡ് ബൈ 21 4 സെന്റിമീറ്റർ. സ്മോൾ ആർ ഈക്വൽ ടു ഇൻ റേഡിയസ് എത്ര കിട്ടി? 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. 4 സെന്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പാടുണ്ടോ? ഇനി എന്താ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ BICയുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 14 ഇൻറ്റു ഹൈറ്റ് എത്ര? 4. ഇതിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2. 14 ഇൻറ്റു 2 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. 28 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ദ ആൻസർ. ഓക്കെ, 28 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻസെൻറ്ററിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് സർക്കം സെൻറ്റർ തുടങ്ങണം. സർക്കം സെൻറ്ററിൻ്റെ തിയറി കഴിഞ്ഞ് സർക്കം സെൻറ്റർ ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ ഓർത്തോ സെൻറ്റർ ഉണ്ട്, സെൻട്രോയിഡ് ഉണ്ട്. അതോടെ നമ്മുടെ സെൻറ്റേഴ്സ് കഴിയും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് സർക്കിൾസിലേക്ക് പോകാം. ദെൻ കോഡിലാറ്ററൽസ് എടുക്കാം. അപ്പം ഇവിടെ വരെയുള്ള ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ഇപ്പോൾ ഇൻസെൻറ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യിച്ചിട്ടുണ്ട്. ഇൻസെൻറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കിട്ടും. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ കൺസെപ്റ്റുകളും ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം തോന്നുന്നുണ്ട്, അത്യാവശ്യം ലെവൽ തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.